മാഷേ ഓ എന്റെ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്, മുകളിലായിട്ട് അപ്സ്റ്റെയർ എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. കുറെ വഴികളൊക്കെ നോക്കി, പക്ഷെ ലാസ്റ്റ് ലോൺ എടുക്കാന്നുള്ള ഓപ്ഷനിലേക്ക് എത്തി. പ്രശ്നം അതല്ല, ബാങ്ക് പോയപ്പോ ഓല് പറഞ്ഞേ നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ല. സിവിൽ സ്കോർ സിവിൽ സ്റ്റേഷൻ അല്ല, അത് ബി ആണ്. സിബിൽ സ്കോർ എന്ന് പറയും. ഇതെന്താ സംഭവം? ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്. അതായത് നമുക്ക് ഓരോരുത്തർ സ്കോർ ഉണ്ടാവും. അത് ക്രെഡിറ്റ് വർട്ട്നെസ്. അതായത് ക്രെഡിറ്റ് വർട്ട്നെസ് നമ്മൾ ഒരു ലോൺ എടുത്ത പേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളൊക്കെ ലോൺ എടുക്കുന്ന ആൾക്കാരല്ലേ, ആ ലോണൊക്കെ അയാൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ, എന്തെങ്കിലും അടവിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ അറിയുന്ന ഒരു സ്കോറാണ്. ആ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡിജിറ്റാ, 3 അക്കൗണ്ട് ആവും. 300 മുതൽ 900 വരെ ഡിജിറ്റ് ആണ്. ആ 3 ഡിജിറ്റ് അകത്തൊരു നമുക്കൊരു 650 650 മേലോട്ടാണ് നമ്മൾ സ്കോർ വരുന്നെങ്കിൽ ബെറ്റർ ആണ്. ഒരു ബാങ്കർ ലോൺ തരാതിരിക്കില്ല, ലോൺ എന്തായാലും തരും. അപ്പോൾ 650 താഴെയാണെങ്കിൽ അത് മോശം സ്കോറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിഘ്നേഷിന്റെ സ്കോർ 650 താഴെ ആയതുകൊണ്ടായിരിക്കും വിഘ്നേഷിന് ലോൺ കിട്ടാതിരുന്നത്. എന്തെങ്കിലും പ്രശ്നം പറ്റിയോ ലോൺ എടുത്തിട്ട്? ഇല്ല, എനിക്ക് ഓൾറെഡി ഒരു വെഹിക്കിൾ ലോൺ ഉണ്ട്. അപ്പം ഞാൻ അടയ്ക്കാറൊക്കെ ഉണ്ട്, എല്ലാ മാസവും അടയ്ക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഡേറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഡേറ്റ് മാറുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ഡേറ്റ് ഉണ്ട്, 5-ാം തീയതി ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ കട്ടായി. ഇനിയിപ്പോ നമ്മൾ 10-ാം തീയതി 15-ാം തീയതി അടച്ചിട്ടുണ്ടാവും, ഫൈനോട് കൂടി അടച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ ലോൺ അടവ് മുടങ്ങിയല്ലോ. അങ്ങനെ ലോൺ അവിടെ മുടങ്ങുകയൊക്കെ ആണെങ്കിൽ എന്തായി, സിബിൽ സ്കോർ താഴോട്ട് വരും. അല്ല, എനിക്ക് ഓൾറെഡി വെഹിക്കിൾ ലോൺ ഉണ്ട്. അത് വേറെ ബാങ്കിലാണ്, പക്ഷെ ഇപ്പൊ ലോൺ എടുക്കാൻ പോയതും വേറെ ബാങ്കിലാണ്. അപ്പോൾ എന്റെ സിവിൽ സ്കോർ നമ്മുടെ സെയിം നമ്മുടെ അക്കൗണ്ട് നമ്പർ വഴിയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ സിബിൽ സ്കോർ ഒരു തേർഡ് പാർട്ടി ആണല്ലോ. അപ്പൊ അത് എല്ലാവർക്കും അത് കിട്ടും, എല്ലാവർക്കും അത് സ്കോർ നമുക്ക് ഇൻഡിവിജ്വലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. സിബിൽ സ്കോർ വേറെ ബാങ്കിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ചെക്കിയതല്ല, എവിടെ നിന്ന് വേണം. നമുക്കൊരു ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അതുവഴി എല്ലാം നമുക്ക് നോക്കാം. എപ്പം വേണേൽ നോക്കാം, ഒരു കുഴപ്പമില്ല. ഓ നോക്കാലോ. എന്റെ അറിയണോ? അപ്പൊ എന്റെ അറിയണം, നമ്മളെ ഫോൺ മതി. നമ്മളത് ഒറ്റ ക്ലിക്കിൽ കിട്ടും സിബിൽ സ്കോർ. കണ്ടോ, എന്റെ സിബിൽ സ്കോർ 786 ആ. കുഴപ്പമില്ല, ഞാനിപ്പോൾ കാണുന്നത് കുഴപ്പമില്ലല്ലോ, 650 മേലെയാണ്. അപ്പൊ നല്ല സിബിൽ സ്കോറാണ്. ഞാനിപ്പോൾ ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാ ലോൺ എടുത്തെന്ന് പറയും. ഒരു കുഴപ്പമില്ല. അല്ല സാർ, വീടൊക്കെ റിന്യൂവേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. കല്യാണമൊക്കെ നോക്കി തുടങ്ങുന്നുണ്ട്. കല്യാണമൊക്കെ ആകുമ്പോൾ വീട് വലുതാന്ന് പറഞ്ഞത്. അതെ അതെ. അപ്പൊ സാർ വിചാരിച്ചാല് ഒരു ലോൺ ശരിയാക്കി തരാൻ വേണ്ടി പറ്റൂലേ? ഓ, അതിനെന്താ, ലോൺ എടുക്കാലോ. അപ്പൊ എന്റെ സിബിൽ സ്കോർ 786 ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും ലോൺ തരും, എല്ലാവരും ലോൺ തരും. എന്റെ പ്രശ്നം എന്താ അറിയും, പക്ഷേ ഇപ്പൊ നിലവിൽ 786 ആവാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ നിലവിൽ എന്റെ ലോൺ കണ്ടോ, 25 ലോണാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായിട്ട്. അതായത് ഇപ്പം ഗ്രാമീൺ ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, L&T ഫിനാൻസ് ഉണ്ട്, SBI ഉണ്ട്, ബജാജ് ഫിനാൻസ്, മതിയോ? ഇത് കൃത്യമായിട്ട് അടച്ച് കംപ്ലീറ്റ് ചെയ്യുകയും നിലവിൽ 10 ലോണ് റണ്ണിങ് ആണ്, അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ വിഘ്നേഷ് ലോൺ കൂടി വന്നാല് എന്തായി, 11 ലോൺ അടയ്ക്കേണ്ടി വരും. മനുഷ്യന്മാരെ കാര്യമില്ല വിഘ്നേഷേ. അല്ല, എന്റെ അക്കൗണ്ടിന്റെ സ്ഥിതി അറിയാലോ. അപ്പൊ സിബിൽ സ്കോർ അങ്ങനെ തന്നെ നിന്നോട്ടെ, പേടിക്കണ്ട. വിഘ്നേഷ് ഇപ്പൊ സിബിൽ സ്കോർ കൂട്ടണം, ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിലവിലുള്ള വെഹിക്കിൾ ലോണില്ലേ, അത് കൃത്യം അടച്ചോ, ഒരു ഫോൾട്ട് വരുത്താതെ അടച്ചോ. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് സിബിൽ സ്കോർ കയറും, ബാങ്കർ ലോൺ വരും. ഇനി കിട്ടിയില്ല, നമുക്ക് അടുത്ത വഴി നോക്കാം, അത് പേടിക്കണ്ട.